സമയം എത്ര റിൻഡു? 10:56 നമ്മളിവിടെ പുറത്തിറങ്ങി. കൊല്ലം അച്ചൻകോവിൽ ചെമ്പനരുവിയിൽ ഒരാളെ കാട്ടാന ചവിട്ടിക്കൊന്നു. മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതിനിടെ ഇന്നലെ അച്ചൻകോവിൽ ഭാഗത്ത് KSRTC ബസ് ഒറ്റയാന്റെ മുന്നിൽപ്പെട്ടിരുന്നു. അച്ചൻകോവിൽ നിന്ന് പുനലൂരിലേക്ക് പോയ ബസ്സാണ് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. ഈ പ്രദേശത്ത് പുനലൂർ അരിമുക്കിൽ നിന്ന് അച്ചൻകോവിലേക്ക് പോകുന്ന ഭാഗത്ത് പല സമയങ്ങളിലും കാട്ടാന ഇറങ്ങി റോഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പല ഭാഗങ്ങളിലും കാട് റോഡിലേക്ക് പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. ആ കാട് വെട്ടി വൃത്തിയാക്കാനുള്ള നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. അത് അങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ആനയുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും വേണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി അച്ചൻകോവിൽ ഇതിലുള്ള റോഡിൽ ചെമ്പനരുവിയിൽ സംഭവിച്ചത്. ചെക്ക് പോസ്റ്റില്ലേ, അപ്പത്തേക്ക് എന്റെ കാറ്റ് പോയി. കാരണം നല്ല കോട, പിന്നെ അതായത് കാറ്റ്. നീ കണ്ടായിരുന്നോ? ഞാൻ ആ ഓഫീസർ ഇല്ല പോകാനൊക്കത്തില്ല, തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോഴേ എന്റെ കാര്യം പോയി. ഓഫീസർ വെറുതെ കേൾക്കണം. ഞങ്ങള് പുള്ളിക്കാരൻ ഇങ്ങനെ കൈ കാണിച്ചേ. ഞാൻ ഉദ്ദേശിച്ച പുള്ളിക്കാരൻ പോകാനാണോ? അപ്പൊ സാറേ പോണോ, സാറേ നിക്കണോ? ഞാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളിത് എന്നാ ശരി പോകാനായിരിക്കുന്നത് ഞങ്ങളങ്ങ് വിട്ടു. കുറച്ചായപ്പോഴത്തേക്ക് അല്ല പുള്ളിക്കാരനെ ക്രോസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയാ, നിന്നോട് ആരാ പറഞ്ഞ ഓട്ടിക്കാൻ വലിയ ആളാവല്ലേ കേട്ടോ എന്ന് പറഞ്ഞു. പോന്നിയാണല്ലോ ഇപ്പൊ നമുക്കങ്ങനെ ഞാൻ ഇറങ്ങി പോകുന്നായിരുന്നു എളുപ്പം. ഇതിപ്പോ നമ്മള് പുനലൂര് ചെന്നിട്ടാ ഇനിയും പോകുന്നത്. കോന്നി ഇനിയും കാടല്ലേ? അത് ഭയങ്കര കാടാവശ്യം. അത് പക്ഷെ ഓഫ് റോഡ് ജീപ്പൊക്കെ പോകുന്ന കാണാം. ഇത് തന്നെ ഇരുന്നിട്ട് നീ പുറകെ പേടിയാണ്. കേറിയപ്പോ ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ഉദ്ദേശിക്കുന്നതല്ല അവിടെ കാട്. നമ്മള് മാത്രം 2 ബൈക്ക്, വേറെ ആരും കേറുന്നുമില്ല, മൊത്തം ഇരുട്ട്. എനിക്കത് പേടിയാ. കേറിയിട്ടൊന്നും മനസ്സിലായോ? പോലീസുകാരും ദേഷ്യപ്പെടുന്നു. വണ്ടി മറ്റേ രണ്ടാമത്തെ എന്റെ കാറ്റ് അപ്പഴേ പോയി. ഞാൻ മറ്റവൻ ഇറക്കി വിടത്തില്ല, ഇവനാണ് കയറ്റി വിടത്തില്ല. ഞാനപ്പം പേടിച്ചു. ഇത് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ തന്നെ നടന്നു.